പഞ്ചാബിൽ മുൻ കാമുകിയെ യുവാവ് കുത്തിക്കൊന്നു. മൊഹാലിയിലെ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരിയായ ഹർവീന്ദർ മാൻ ആണ് സഹപ്രവർത്തക കൂടിയായ ഡിംപിളിനെ കൊലപ്പെടുത്തിയത്. കൊലയ്ക്ക് ശേഷം ജീവനൊടുക്കാൻ ശ്രമിച്ച യുവാവ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. വ്യാഴാഴ്ച വൈകിട്ട് 7:40ഓടെയാണ് ഹർവീന്ദർ ഓഫീസിലെത്തുന്നത്. തുടർന്ന് ഇയാൾ ഡിംപിളിരുന്ന സ്ഥലത്തെത്തിയ ശേഷം പിന്നിൽ നിന്ന് യുവതിയെ ആക്രമിക്കുകയായിരുന്നു. സീറ്റിൽ നിന്ന് എഴുന്നേറ്റ ഡിംപിൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഹർവീന്ദർ പിന്നാലെ ചെന്ന് മുടിയിൽ പിടിച്ച് വലിച്ചിഴച്ച് വാതിലിനടുത്ത് എത്തിച്ച ശേഷം കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. മറ്റു ജീവനക്കാർ ഇടപെടാൻ ശ്രമിച്ചെങ്കിലും പ്രതി ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി. ഇരുപതിലേറെ തവണ ഹർവീന്ദർ ഡിംപിളിനെ കുത്തി പരിക്കേൽപ്പിച്ചു. പിന്നാലെ സ്വന്തം കഴുത്തിൽ പലതവണ കുത്തി ഇയാൾ ജീവനെടുക്കാൻ ശ്രമിച്ചു. ക്രൂരതയുടെ ദൃശ്യങ്ങൾ സ്ഥാപനത്തിലെ CCTVയിൽ പതിഞ്ഞിരുന്നു. ഡിംപിളിന് ചലനമില്ലാതെ ആയതോടെ ഓഫീസിലെ കസാരയിലിരുന്ന് ഹർവീന്ദർ സ്വന്തം കഴുത്തിൽ 30ഓളം തവണ കുത്തുന്നത് ദൃശ്യങ്ങളിലുണ്ട്. ജീവനക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡിംപിളിനെ രക്ഷിക്കാനായില്ല. പ്രതിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഡിംപിളും ഹർവീന്ദറും 3 വർഷമായി ഒരേ സ്ഥാപനത്തിലെ ജീവനക്കാരാണ്. പ്രണയത്തിലായിരുന്ന ഇവർ പിന്നീട് വേർപിരിയുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഹർവീന്ദർ വീണ്ടും ഡിംപിളുമായി അടുപ്പത്തിന് ശ്രമിച്ചെങ്കിലും യുവതി തയ്യാറായില്ല. വ്യാഴാഴ്ച യുവതിയും ഹർവീന്ദറും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ക്രൂര കൊലപാതകം. സംഭവ സ്ഥലത്തെത്തിയ ഫോറൻസിക് സംഘം പരിശോധന നടത്തി. ഇരയുടെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തി വരികയാണെന്നും പോലീസ് അറിയിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.